മാർവലിൻ്റെ ഒരു പുതിയ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. എക്സ്മാൻ 97 ആണ് ഈ സീരീസിൻ്റെ പേര്. സോ ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. നമ്മളെ വാട്ടിഫ് പോലെ തന്നെ ഒരു ആനിമേറ്റഡ് സീരീസ് തന്നെയാണ്. ബട്ട് സീരീസ് ആനിമേറ്റഡ് ആണ് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട സാധനമല്ല, കിഡിലോസ്കി സാധനമാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ പറയാം ഇതുവരെ കാട്ടിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്മാൻ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആസ് ആനിമേറ്റഡ് സീരീസ് ഇത് ബെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ എക്സ്മാൻ്റെ കുറേ മൂവീസൊക്കെ ഉണ്ട്. ബട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. ഈ ഒരു സീരീസ് നിങ്ങൾ കാണുകയെന്ന് എനിക്ക് പറയുന്നത് കിഡിലൻ സീരീസാണ്. ഇതിൻ്റെ പ്ലോട്ട്, ഇതിൻ്റെ സ്റ്റോറിയാണ് ഏറ്റവും മെയിൻ കോൺസെപ്റ്റ്. സീരീസിൻ്റെ കിഡിലൻ സ്റ്റോറിയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഹൈലി എൻഗേജിങ് ആണ്. അതിന് മാറലിൻ്റെ ഒരു ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സീരീസ് വേണമെങ്കിൽ പറയാം. സോ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ സീരീസിന്. ഒരു ആനിമേറ്റഡ് സീരീസ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കാണുന്ന സാധനമല്ല. അതായത് എക്സ്മെൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോസിൻ്റെ സംഭവം മൊത്തം കാണിക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. സോ ചാൾസ് എക്സേവിയറായിട്ട് മൊത്തം മ്യൂട്ടൻസ് ഇതിനകത്തുണ്ട്. സോ അവരൊക്കെ ഗംഭീരമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സോ ഈ സീസൺ പണ്ടേ ഈ കാർട്ടൂണായിട്ട് ഡിസ്നി എക്സിലായിട്ട് വണ്ണിയാണെന്ന് തോന്നുന്നു. സോ ഒരു 90s കിഡ്സിൻ്റെ ഒരു വൈബ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. സോ മൊത്തത്തിൽ നൊസ്റ്റാൾജിയ ഫുള്ളി പുലർത്തുന്നുണ്ട് ഈ സീസൺ. അത് ആദ്യമേ പറഞ്ഞേക്കാം, തുടക്കം തൊട്ട് അവസാനം വരെ ഫുള്ളി നൊസ്റ്റാൾജിയാണ്. നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് നിങ്ങൾ ഡിസ്നിയിൽ ആ ഒരു കാർട്ടൂണെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിൻ്റെ വേണമെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പ് നൊസ്റ്റാൾജിയ ഫാക്ടിന് വേണ്ടിയിട്ട് അതിന് തന്നെ ഉണ്ടാക്കിയാണോ പറയാം. പക്ഷേ ഞാൻ പറയാം, അതേ 90s കിഡ്സ് ആനിമേഷൻ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ആ ഒരു ബ്രൂട്ടാലിറ്റി, ഇപ്പോൾ ഫൈറ്റ് സീക്വൻസ് ബ്രൂട്ടാലിറ്റിയും കാര്യങ്ങളും ഇതിനകത്ത് നല്ല ഇരിക്കുന്ന വരെ ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് കാണേണ്ട സാധനം എന്നല്ല, നല്ല ഇരിക്കുന്ന ഒരു 18+ കണ്ടൻസ് ഒക്കെ കുറച്ച് അങ്ങോട്ടെല്ലാം ഉണ്ട്. സോ ഫുള്ളി 18+ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ബ്രൂട്ടാലിറ്റിയും കുറച്ച് ബ്ലഡ് സ്പില്ലും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. സോ അതൊക്കെ നൈസായിരുന്നു. ഇപ്പോൾ നമ്മളെ ഒരു ഏജിൽ കാണാനുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ 90s കിഡ്സിലെ നൊസ്റ്റാൾജിയും കാര്യങ്ങളും ശരിക്കും കിട്ടുന്നുണ്ട്. സോ മാറുള്ള ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തകർക്കുവാണ്. ഇപ്പോൾ ഈ ആനിമേഷൻ സീരീസിനെല്ലാം വരുമ്പോൾ ഇവർ ഗംഭീരാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെയാണ് വാട്ടിഫിൻ്റെ സീസൺ 2 ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അതേപോലത്തെ ഒരു ഗംഭീര സീസണാണ് എക്സ്മെൻ. ഇന്ന് കുറേയധികം സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ സീസണിൽ. കുറേ സ്പോയിലേഴ്സും കാര്യങ്ങളും ഉണ്ട്. സോ കണ്ടിട്ട് എന്തായാലും കണ്ടുനോക്കുക. ടോട്ടൽ 10 എപ്പിസോഡ്സ് തന്നെയാണുള്ളത്. സോ മെയിനായിട്ട് സ്റ്റോറി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗംഭീരമാക്കി വെച്ചിട്ടുള്ളത്. മുന്നത്തെ എക്സ്മെൻ സിനിമകളോ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈലി എൻഗേജിങ്ങിലാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് പറയാം. അതായത് ചാൾസ് എക്സേവിയറിൻ്റെ ഒരു ഡെത്ത്, അതിനുശേഷം എക്സ്മെൻ എങ്ങനെ നയിക്കുന്നു, അവരുടെ ടീം എങ്ങനെ മുമ്പോട്ട് പോകുന്നു കാണിക്കുന്ന ഒരു സീസൺ. സോ ഈ ചാൾസ് എക്സേവിയറിൻ്റെ ഡെത്തിന് ശേഷം ഈ ഒരു മ്യൂട്ടൻസും പിന്നെ ഹ്യൂമാനിറ്റി അവരുടെ കോൺഫ്ലിക്ട്സും അവരെ കോഎക്സിസ്റ്റൻസും കാര്യങ്ങളും കാണിച്ചിട്ടാണ് ഈ സീസൺ മുന്നോട്ട് പോകുന്നത്. സോ കുറേ കാര്യങ്ങൾ ഈ സീസൺ കാണിച്ചുകൊണ്ട് ഓരോ എപ്പിസോഡ് വൈസ് ഗംഭീരമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഫൈറ്റ് സീക്വൻസ് ഇറക്കി കിട്ടിലാണ്. അതായത് ഈ പഴയ 90s കിഡ്സ് വൈബുള്ള നൊസ്റ്റാൾജി ആനിമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും വരുമ്പോൾ നല്ല ഗംഭീരാക്കി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല അഡ്വാൻസ് ആക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളി ആ 90s വൈബ് തന്നെ കൊടുത്തിട്ടില്ല. ആനിമേഷൻ അങ്ങനെ ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് ഗംഭീരമാണ്. ആ ഫൈറ്റ് സീക്വൻസ് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ സീരീസ് കാണാൻ നിങ്ങൾക്ക് വേണം പറയാം. ഫുൾ ആൻഡ് ഫുൾ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉണ്ട്. ക്ലൈമാക്സ് പോർഷനിലേക്കെല്ലാം എത്തുമ്പോൾ ഭയങ്കരമാണ്, അത് ഭയങ്കര രസമാണ്. പിന്നെ ക്യാമിയോ എന്ന് പറയുന്ന സാധനമെല്ലാം ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ആ ഒരു കോഎക്സിസ്റ്റൻസും കാര്യങ്ങളുണ്ട്. അത് സ്പോയിലറാണ്, അതുകൊണ്ട് പറയാൻ കഴിയില്ല. ക്യാമിയോ എന്ന് പറയുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ക്യാമിയോയും കാര്യങ്ങളാണ്. അത് ജസ്റ്റ് വന്നു പോകുന്നതാണ്. ബട്ട് ആ ഒരു നമുക്കുണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ആൻഡ് നിങ്ങൾക്ക് ഈ ക്യാമിയോ പ്രതീക്ഷിച്ച് വരുന്നതെന്ന് നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ സ്റ്റോറി അതിന് വേണ്ടി പ്രതീക്ഷിച്ച് വേണ്ടി മാത്രമേ കാണൂ. ഈ ക്യാമിയോ പ്രതീക്ഷ വന്നാലും ഫുള്ളായിട്ട് നിങ്ങൾക്ക് നിരാശ നൽകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നല്ല. ബട്ട് ക്യാമിയോസും കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതൊക്കെ കണ്ടന്റ് ആസ്വദിക്കാം. ബട്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സ്റ്റോറി ലൈൻ തന്നെയാണ്. അതായത് ഇതിൻ്റെ സ്റ്റോറി മോഡ് അത്രയ്ക്കും ഗംഭീരമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ എക്സ്മെൻസിൽ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് കൊടുത്തിട്ട് തന്നെ ഇതിനകത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ സ്ക്രീൻ പ്ലേ ഗംഭീരമാണെന്ന് വേണം പറയാം. ഇത് കാണിക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒട്ടധികം ലാഗ് അടിക്കുന്നില്ല. തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ത്രില്ലോടെ കണ്ടിരിക്കാൻ പറ്റിയ സീസൺ തന്നെയാണ്. അപ്പോൾ അതായത് ഫൈറ്റ് സീക്വൻസ് ആയാലും ആനിമേഷൻ ആയാലും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞേ പറ്റി. ഇവരെ ഒരു ആ 90s കിഡ്സിൻ്റെ മ്യൂസിക് തന്നെയാണോ അറിയില്ല. ബട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മ്യൂസിക് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് എല്ലാം വരുമ്പോൾ അടിപൊളിയാണ്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ക്യാമി എല്ലാം കൂടി കുറച്ച് സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളുണ്ട്. അത് തുറന്നു പറയാൻ കഴിയില്ല, സ്പോയിലറാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ അടിപൊളിയാണ്. ഈ സീസൺ 2ലേക്കുള്ളൊരു വരവും കാര്യങ്ങളും ഉണ്ട്. സീസൺ 2 ഒക്കെ വേണ്ടി കട്ട വെയിറ്റിംഗ്. സീസൺ 2 അടിപൊളി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ മാറിൽ ഫുള്ളായിട്ട് ഇനി ഫോക്കസ് ചെയ്ത ഒരു എക്സ്മെൻസ് ആകെ തന്നെയാണ് ഞാൻ തോന്നുന്നത്. ഈ ആ ഒരു മ്യൂട്ടൻസും കാര്യങ്ങളല്ല. ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിന് വരുന്നുണ്ട്. സോ അതിലേക്കുള്ള കോൺസെൻട്രേഷൻ ഇപ്പം നമ്മളെ ക്യാപ്റ്റന്മാരുടെ പോസിറ്റീവ് സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ മൊത്തം ഒരു മ്യൂട്ടൻസിനെ അവർ മാർവലിൽ കൊണ്ടുവരുന്നുണ്ട്. സോ ഫുള്ളി ഒരു ഗംഭീര സാധനം തന്നെയാണ് ഈ എക്സ്മെൻ 97 പറഞ്ഞ സീസൺ വേണം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിട്ടുന്ന സ്റ്റോറിയാണ്. ആ സ്റ്റോറി തന്നെയാണ് എനിക്ക് തുടക്കം തൊട്ട് ഹുക്ക് ചെയ്തതിനെ കൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എക്സ്മെൻ സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം ബെസ്റ്റായിട്ട് സ്റ്റോറി ടെല്ലിങ് ചെയ്യുന്ന ഒരു ഇതാവില്ല. അത് ഈ ഒരു സീസൺ മാത്രമായിരിക്കും ഞാൻ പറയാം. അത് കണ്ടെങ്കിൽ മനസ്സിലാവും. ആനിമേഷൻ സീസൺ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത്. നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സീസണിന്. സോ ക്യാമിയോസ് പ്രതീക്ഷിച്ച് കാണരുത്. ക്യാമിയോസ് ഉണ്ട്, ബട്ട്
സ്റ്റോറി ലൈൻ പ്രതീക്ഷ കാണുമെന്ന് പറയാനുള്ളൂ. എക്സ്മെൻ്റെ മുഴുവൻ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് ഏകദേശം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടാൽ എന്തായാലും കണ്ടോക്കാണെങ്കിൽ പറയാനുള്ളൂ. കൂടുതൽ പറയുന്നില്ല, ഗംഭീര സീരീസാണ് എക്സ്മെൻ 97. സോ തള്ളിക്കാരില്ല, അത്ര പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കിട്ടുന്ന സീരീസാണ്.